ഫാരിസ് എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് തോന്നിയതും എപ്പോഴാണ് സ്പീക്ക് ഈസിയിലേക്ക് ജോയിൻ ചെയ്തതും ഒന്ന് ആ ജേർണീനെ കുറിച്ച് പറയുമോ? ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലൈൻറ്റ് മീറ്റിങ്ങുകൾ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ക്ലൈൻറ്റ് മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംസാരിക്കുമ്പോൾ നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് സംസാരം ഒന്നും കൂടി ബെറ്റർ ആക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. So do you think you have improved a lot after joining us? Yeah, obviously. എനിക്ക് ലാംഗ്വേജസിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻസിനെ എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ ഒരു ലെവൽ ഓഫ് പോയിന്റ് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനും കുറച്ചും കൂടി ആളുകളെ പരിചയപ്പെടാനും കുറച്ച് നല്ല മൊമെന്റ്സ് ഉണ്ടാക്കാനും ഇതോടുകൂടി സാധിച്ചു. How is Speakeasy unique through its codes and techniques? സ്പീക്ക് ഈസി യുണീക്ക് ആവണമെന്ന് എവിടെയെന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുമ്പോൾ പ്രതീക്ഷിച്ച് വരുന്നത് കുറേ ഗ്രാമറും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ അടങ്ങിയ ഒരു ഗ്രാമർ അടങ്ങിയ ഒരു സംഭവമായിരിക്കും. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയുണ്ടാവും. വുഡ് എന്താ, ഷുഡ് എന്താ, കുഡ് എന്താന്നൊക്കെ അറിയുണ്ടാവും. പക്ഷെ ഇതൊക്കെ എവിടെ ഉപയോഗിക്കണം എന്ന് ഇതിൻ്റെ യൂസ് കേസസ് നമുക്ക് പലപ്പോഴും അറിയുണ്ടാവില്ല. അതെല്ലാം ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമുക്ക് ആ കോഡിലൂടെ പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയായ തീരുമാനം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി. സ്പോക്കൺ ഇംഗ്ലീഷ്, IELTS ആൻഡ് OET.